അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ രീതിക്ക് അതിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, കഴിക്കുന്നവർക്ക് കേട്ടോ. കഴിക്കാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കണ്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പകുതി വേവാക്കി കണ്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല, അത് കൂട്ടാൻ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനൊന്നുമില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രം. അപ്പോൾ അവർ ആരെയും കഴിച്ചോട്ടെ. അപ്പോൾ ഇതുപോലെ ഒക്കെയാണ് കട്ട് ചെയ്ത് കണ്ടെടുക്കുക മുളകത്തിൽ. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് കാശ്മീരി മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ചില്ലി ഫ്ലെക്സിൻ്റെ ആ കുരു മാത്രമേ ഉള്ളൂ കേട്ടോ. കോൺഫ്ലവറിൻ്റെ പൊടി, അരിപ്പൊടി, ഇത് മീറ്റ് മസാലയാണ്. ഇത് വെളുത്തുള്ളി ഇഞ്ചും അതിൻ്റെ പേസ്റ്റ്. ഇത് എസൻസാണ് എസൻസ് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുപോയി, അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ഇപ്പം. അതെപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇത് ഈ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചത് കൊണ്ടിട്ട് ഓർമ്മയില്ലാതെ ഒഴിവാക്കി. അപ്പം പിന്നെ അത് ഇച്ചിരി പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പക്ഷേ ഇറച്ചി പൊടിഞ്ഞു പോകരുത് കേട്ടോ. മെല്ലെ പതിയെ ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂറില്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ ഇപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് പരിപാടി കഴിച്ചാൽ വിചാരിച്ച് കണ്ടിട്ട് പണികൾ നേരം താവും തോറും എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടിട്ട് ഞാൻ വേഗം ചെയ്തെടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് നേരെ ഉണ്ട് അതിന് പിടിക്കാനൊക്കെ നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം മുളക്, ഒരു 2-3 കഷ്ണം തക്കാളി, അതെല്ലാം കൂടി അതിലിട്ട് കറിവേപ്പിൻ്റെ ഇട്ടാണ് റോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് മാറ്റി വെക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചില്ലി ഫ്ലേക്സ് എടുത്തോണ്ട് കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരു മാത്രം എടുത്തത് കേട്ടോ. അത് ഞാൻ പിസ്സ ഉണ്ടാക്കണമെന്ന് അതിൻ്റെ കുരു മാത്രം എടുത്ത് കണ്ടിട്ട് വെച്ചായിരുന്നു. അപ്പോൾ റെസിപ്പി കാണിച്ചിരുന്നു. ഇപ്പോൾ 2ാം പ്രാവശ്യം പിന്നെ വീണ്ടും ഇങ്ങനെ കാണിക്കേണ്ട ഒരു ഇതായിപ്പോയി. മറ്റേ ചാനൽ ഇതായതുകൊണ്ടിട്ട് ഇതുപോലെ എല്ലാത്തിനും ഓരോന്നാക്കിയിട്ട് എടുക്കുക, അതന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കൂല. അപ്പം ഇത് ഇനിയിപ്പോൾ അധികം എരിവും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കുരുമുളകും എല്ലാം കൂടി പൊടിച്ച ചെറിയ ജീരകവും വലിയ ജീരകവും എല്ലാം പൊടിച്ച ഒരു മസാലയാണ് ഇട്ടിട്ടുള്ളത്. മിക്സഡ് മസാല എന്ന് പറഞ്ഞിട്ട് എല്ലാ മസാലയും കൂടി കൂട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചാൽ ആ ഉള്ളിയും കറിവേപ്പിലയും തക്കാളി ഇതെല്ലാം കൂടി പച്ചമുളക് ഇതൊക്കെ അല്ലേ, അത് ആ മസാലയൊക്കെ ഇട്ട് കണ്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് പിന്നെ അതിൻ്റെ പച്ചച്ചവൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കണ്ടിട്ട് ഒരു പൊരിച്ച എണ്ണയിൽ തന്നെ ഇട്ട് കണ്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കണ്ടെടുത്താൽ മതി. അതിപ്പോൾ ഇവിടെ വെക്കട്ടെ. നമ്മൾ ബീഫിൻ്റെത് പൊരിച്ചത് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിൻ്റെ എല്ലാത്തിനും ഇതുപോലെ ആക്കി കണ്ടിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കൈ വെച്ച് കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഉമ്മ വരുന്ന കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണ ഉണ്ടല്ലോ, എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കണ്ട് ബീഫ് വേവിക്കാനുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കണ്ടിട്ട് അങ്ങനെ വേവിച്ചോട്ടെ ഉമ്മ. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടിട്ട് ലേശം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് കഴിച്ചാൽ എനിക്ക് തലക്കുരുമാതിരിയാണ്. ബീഫ് എന്നല്ല, ഒരു സാധനം പറ്റില്ല. ചിക്കനും പറ്റില്ല, മീനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ പറ്റുന്നവർ കഴിച്ചോട്ടെ. പറ്റുന്നവർക്ക് വേണ്ടി കണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ കഴിക്കണില്ല വിചാരിച്ച് കണ്ടിട്ട് മറ്റുള്ളവർ കഴിക്കാണ്ടിരിക്കാൻ നിൽക്കണ്ടല്ലോ. പൂതിയുള്ളവരൊക്കെ കഴിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ചെടുത്ത് കാണാൻ മാത്രം കഴിക്കാൻ. ഓന് പൂതി വെച്ച് കണ്ടിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ മക്കൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒറ്റ കൈ വെച്ച് കണ്ടിട്ട് ചെയ്യുമ്പോൾ ഇമ്മ വന്ന് കണ്ടിട്ട് അത് അതിലേക്ക് ഒഴിച്ച് തന്നതാട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കറിവേപ്പിൻ്റെ പുറത്തേക്ക് ഉള്ളിലാക്കിയതേനു, പക്ഷെ പുറത്തേക്കാണ് ചാടിപ്പോയത്. അപ്പോൾ എല്ലാം ഉള്ളിലേക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഇട്ടതൊക്കെ ഇട്ടുമ്പോൾ ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിനനുസരിച്ച് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം
ഇൻഷാ അല്ലാ അടുത്ത റെസിപ്പിയുമായി പിന്നെ വരാം. എൻ്റെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ മറന്നു.